സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ. എന്താണ് ഈ കോലത്തിലിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും. ചെറിയൊരു ട്രിപ്പ് പോവാണ് സൈക്കിളും കൊണ്ട്. പഴശ്ശി ഡാമിലൂടെ നമ്മൾ പോകുന്നത്. ഏകദേശം 30 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന്. 30 ഉള്ളൂ. 30 നമ്മൾ സൈക്കിളും കൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ കറക്റ്റ് 4 മണിയായി. കൊട്ടാടിക്കാവല എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പോവാം. നമ്മളത് മണിക്കട എത്തിയിരിക്കുകയാണ്. കട്ടിയാന്തോട് എത്താറായി. കട്ടിയാന്തോട് കഴിഞ്ഞാൽ ഉളിക്കില്ല് കഴിഞ്ഞാൽ അങ്ങനെ നെല്ലിക്കാൻ പോയി. കണ്ണിലോട്ട് ലൈറ്റ് അടിച്ചിട്ട് റോഡ് കാണുന്നില്ല ഗൈസ്. ഓക്കെ, ഇരുട്ടിൻ്റെ മറവില്ല. ബ്ലാക്ക് മാൻ ഒന്നും പറഞ്ഞു കളഞ്ഞേക്കല്ലേ. ഈ ചവിട്ടിൽ മാത്രമല്ല ഉന്തലും ഉണ്ട്. അയ്യോ, ഒളിക്കില്ലെത്താനായി. ഏകദേശം ഒളിക്കിലെത്തി. നമ്മളങ്ങനെ ഇരുട്ടി എത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ കടയിൽ നിന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരത്തെ എത്തിയതുകൊണ്ട് സൂര്യനൊന്നും വന്നിട്ടില്ലേ. സോ നമുക്ക് സൂര്യനൊക്കെ വന്നു കഴിഞ്ഞ് പതിയൊരു വെട്ടമൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇല്ലേ കുറേ പ്രയാസമായിരിക്കും, ഇരുട്ടല്ലേ. ഒരു ബൂസ്റ്റും ഒരു ബ്രെഡ് റോസ്റ്റാണ്. അത് ബ്രെഡ് റോസ്റ്റ് സംഭവം തോന്നുന്നു. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞാൽ പതിയെ അങ്ങ് നീങ്ങിയാൽ മതി. വലിയ തിരക്കൊന്നുമില്ല. നമ്മളങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പതിയെ ഇറങ്ങിയിട്ടാ. കുറച്ച് നേരം വണ്ടി തള്ളട്ടെ. ചവിട്ടി മടുത്ത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. പഴശ്ശി ഡാമിലോട്ടുള്ള എൻട്രൻസ് ആണത്. വ്യൂ പോയിൻ്റ് അവിടെ പാർക്കുണ്ട്. പാർക്കിലോട്ടുള്ള എൻട്രൻസ് ആണത്. മുന്നോട്ട് പോയാൽ ഡാമും പരിപാടിയൊക്കെ പോവാം. മുന്നോട്ട് പോവാം. നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ 30 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 30 കിലോമീറ്ററാണ്. അത് നമ്മുടെ സൈക്കിളും കൊണ്ട് ഇവിടെ ചവിട്ടി ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നു. ഓ, എന്തോരം വെള്ളം നോക്കി. കുറേ വെള്ളമുണ്ട് കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ആ ഡാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്നേ. ഇവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലോട്ടുള്ള വ്യൂ കാണാം. കോറ പോലെ വലിയ കൊക്ക പോലെ കേട്ടോ അങ്ങോട്ടൊക്കെ. നമ്മളിതാ കാണുന്നില്ലല്ലോ ദൈവം അതിനകത്ത്. തേ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇങ്ങോട്ട്. സൈക്കിൾ അവിടെ വെച്ചു. അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കണേ, പാർക്കിൻ്റെ ഉള്ളിലോട്ട് കിടക്കണേ 9 മണിയാവണം. അപ്പോഴാണ് ഓപ്പണിങ്. ഇപ്പോൾ ക്ലോസ് ആണ്. 9 മണിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ.
അതുവരെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചുറ്റിക്കണ്ട് നടക്കാം. ഈസ് അപ്പോൾ എങ്ങനെയാണ് ഈ സൈക്ലിങ്ങിനകത്തോട്ടുള്ള ഒരു 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 പ്ലാനിങ് വന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഈ സൈക്കിൾ ഏകദേശം മേടിച്ചിട്ട് 5 കൊല്ലത്തിന് മേളിലായി. അതിൽ 2 കൊല്ലം മഴയും വെയിലും എല്ലാം കൊണ്ട് ആകെ നാശം പിടിച്ചു. ഈ തുരുമ്പ് പിടിച്ച് അങ്ങ് വല്ലാണ്ടായിരുന്നു. ഈ റിമ്മും കാര്യങ്ങളെല്ലാം എന്താ പറയുക, തുരുമ്പ് പിടിച്ചിട്ട് ഏകദേശം ചാവാനായി. പല സ്ഥലങ്ങളിൽ ഈ ഷോക്ക് വന്നിട്ടും ആ ഷോക്കിൻ്റെ അവിടെയൊക്കെ നല്ല തുരുമ്പുണ്ടായിരുന്നു. പിന്നെയും ഈ ടയറും അതിൻ്റെ ജോയിനിങ്ങും മറ്റേ എന്തുവാ ചെയിനൊക്കെ ഞാൻ കൈവച്ച് ഒടിച്ചെടുക്കുകയും ചെയ്ത് അമ്മാതിരി തുരുമ്പായിരുന്നു. ഈ പെടലൊക്കെ രണ്ടാമത് വേറെ മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ റിമ്മൊക്കെ എടുത്തിട്ട് ടയറൊക്കെ ഊരി പെയിൻ്റ് അടിച്ച് ഉരച്ച് കളഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്ത് ടയറൊക്കെ വേറെ മേടിച്ചു, ചെയിൻ മേടിച്ചു. അതായത് നമ്മൾ പയ്യാവൂരുള്ളൊരു സ്റ്റാർ സൈക്കിൾ വേൾഡ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ഇത് ഏകദേശം സെറ്റാക്കിയത്. ഇതിൻ്റെ നേരത്തെ അവസ്ഥ ഞാനിപ്പോൾ കാണിക്കാം. അങ്ങനെ ഇരുന്ന സൈക്കിളാണ്, മൊത്തം തുരുമ്പ് പിടിച്ച് ചാവാനായി കിടന്നതിനെ നമ്മൾ പുനർജനിപ്പിച്ച് കൊണ്ടുവന്ന് വേണേൽ പറയാം. പെയിൻറ്റും പരിപാടിയൊക്കെ അതിൻ്റെ കലാവിരുത് തന്നെയാണ്. ആദ്യം ഇതിന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു, അത് കഴിഞ്ഞ് കമ്പനി റെഡ് ആയിരുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ മേളിൽ ബ്ലാക്ക് അടിച്ചു, മാറ്റ് ഫിനിഷ് ബ്ലാക്ക് അടിച്ചു, അത് കഴിഞ്ഞ് ഗ്ലോസി ബ്ലാക്ക് അടിച്ചു, പിന്നെ ഈ ഓറഞ്ച് അടിച്ചു മൊത്തം ഓറഞ്ച് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് എല്ലാം കയറ്റി, ഗോൾഡൻ കയറ്റി, ആ ഷോക്കിൻ്റെ അവിടെയെല്ലാം ഗോൾഡൻ കയറ്റി. അങ്ങനെ പെയിൻറ്റിൻ്റെ ഒരു കലാവിരുത് തന്നെ ഞാനകത്ത് ചെയ്ത് കൂട്ടി. അങ്ങനെ ഏകദേശമൊക്കെ സെറ്റാക്കി. കുണ്ടിക്ക് നല്ല സുഖം കിട്ടാൻ വേണ്ടി ഒരു സീറ്റ് കവർ മേടിച്ചതാണ്. ഇത് വലിയ സുഖമൊന്നുമില്ല, എന്നാലും കുറേ അങ്ങ് കഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് മരയ്ക്കും. അതുകൊണ്ട് വലിയ സുഖമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. സീറ്റൊക്കെ മാറ്റി കേട്ടോ, പുതിയ സീറ്റൊക്കെ എടുത്ത് വെച്ചു. എന്തുവാ സ്പ്രിങ് ആക്ഷനുള്ള എന്തുവാ സീറ്റാണ്. അപ്പം എന്താ പിന്നെ ഈ കിടക്കുന്ന ഗ്ലൗസ്, ഈ സാധനം മൊത്തം ഓൺലൈൻ വഴി മേടിച്ചാൽ കേട്ടോ. അതിനൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ, ഇച്ചിരി പൊടിഞ്ഞ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വന്ന വഴിക്ക് മൊത്തം ബ്രേക്കൊക്കെ ഇങ്ങെത്തി. ബ്രേക്കൊന്നുമില്ല, ഇനി ബ്രേക്കൊക്കെ സെറ്റാക്കണം. 8 മണി ആവുന്നേ ഉള്ളൂ. 9 മണിക്കാണ് അത് തുറക്കുന്നത്. 7:52. ശരിക്കും പറഞ്ഞാൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ പിള്ളേർക്ക് ഉള്ളതൊക്കെ പരിപാടിയാണ് കേട്ടോ. അവർക്ക് ചെറിയുള്ള റൈഡും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ മരവും എക്കോ പാർക്ക് പോലെ നടന്ന് കാണാം, അത്രേ ഉള്ളൂ. പിന്നെന്താ അവിടെ നിന്നുള്ള വ്യൂ, ഇങ്ങോട്ട് ഈ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ, അത് ആ പാർക്കിലിരുന്നാൽ കാണാൻ പറ്റും. ചെറിയൊരു വിഷയമുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടുത്തെ ഒരു ഓഫീസർ പറഞ്ഞു. ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, പെർമിഷൻ വേണം, അങ്ങനെ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഉള്ളിൽ കയറി കാണാൻ മാത്രം ഒന്നും ഇല്ല താനും. കുഴപ്പമില്ല, എന്തായാലും എനിക്കിവിടെ വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് അടിക്കുക വീണ്ടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നോണം വരെ ടാറ്റാ, ഗുഡ് ബൈ.